അതായത് മാരേജ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിട്ട് ഒരു ഭയങ്കര ഒരു ഡിവൈൻ തിങ് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതും എനിക്ക് ഇഷ്ടപ്പെട്ട ദൈവമാണ് ഗുരുവായൂരപ്പൻ. ചെറുപ്പം മുതലേ ഗുരുവായൂരിൽ കല്യാണം കഴിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായി. അതേപോലെ തന്നെ എനിക്ക് സാധിച്ചു. പിന്നെ എനിക്ക് എപ്പോഴും എന്താ പറയുക, ഇഷ്ടമുള്ള എൻ്റെ കാർത്തിയോടൊപ്പം അവിടെ കല്യാണം കഴിച്ചപ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. ടെൻഷനുണ്ടോ? ഇതൊന്നും മിണ്ടാണ്ടിരിക്കുമോ? വെറുതെ ചോദിച്ച് ടെൻഷനാക്കാണ്. கண்ணை முன்னா தூக்கமே வரல. கண்ணை முன்னா அப்பதான் போயிட்டு யூடியூப்ல எடுத்துட்டு ஹவு டு டை த டாலி. ഞങ്ങൾ കുറേ കാലമായിട്ട് ഇങ്ങനെ എന്ത് പറയുകയാണെങ്കിലും അമ്മൂൻ്റെ കല്യാണത്തിന് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഫൈനലി അങ്ങനെ ഒരു മൊമെൻറ്റ് ഞങ്ങൾ ഇത്രയും കാലം എല്ലാവരും ഒരേപോലെ ആഗ്രഹിച്ചിരുന്നൊരു മൊമെൻറ്റ് നടക്കുന്നത് ഇങ്ങനെ കാണുമ്പം എന്താ പറയുക, ഭയങ്കര സന്തോഷം. அதுக்கு அப்பயும் அதை பார்த்து அவங்க சொன்னாங்க இப்படி கை வைக்கணும், அப்படி கை வைக்கணும், இப்படி வைக்கணும், அப்படி வைக்கணும்னு. ஆனால் அங்கே நடந்ததே வேற. ஐயரே தாலி இப்படி எடுத்து கொடுத்துட்டாரு. நம்ம இப்படி நேராக கட்டினா போதும், இப்படி சைடில் வேண்டாம் லெஃப்டில் வேண்டாம், அப்படிலாம் எந்த பிரச்சனையும் இல்லை. ஆஸ் யூஸ்வல் 3 நாட் ரொம்ப ஈஸிங்க. താലി കെട്ടുമ്പോഴൊക്കെ ഞാൻ ആളുടെ കണ്ണിൽ തന്നെ നോക്കി നിന്നു. എനിക്ക് അത്രയും അതൊരു എന്താ പറയുക, അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഭയങ്കര ഒരു ഇമോഷണൽ മൊമെൻ്റ് തന്നെയായിരുന്നു എനിക്ക്. ഭയങ്കര ഒരു ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ആയിരുന്നു അത്. എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അമ്മയും കരയുന്നു, എനിക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു. പക്ഷെ നമ്മൾ കരയാൻ പാടില്ലല്ലോ, ഫോട്ടോയിലൊക്കെ വരില്ലേ. അതുകൊണ്ട് കരഞ്ഞില്ല. ആ മൊമെൻ്റ് അങ്ങ് മൈൻഡിൽ സേവ് ചെയ്ത് വെച്ചു. ഭയങ്കര ഹാപ്പിയാണ്. நாள் வந்துட்டு இவனை வந்துட்டு எங்காச்சும் லைக் வெளியே கூட்டிகிட்டு போனாலும் அந்த மொமெண்ட் வந்துட்டு எனக்கு அவளை லைக் இன்னும் ரொம்ப நல்லா பார்த்துக்கணும், எந்த பாரியா ஒய்ஃப். ஸோ அப்படியே கீழே இறங்கி போய் அப்படியே நல்ல சாமியை பிரார்த்திச்சு சூப்பராக நாங்கள் அந்த ரொம்ப நல்லா இருந்துச்சு. அதுக்கப்புறம் இருந்த மொமெண்ட்ஸ் வந்துட்டு சொல்லவே முடியாது. அவ்வளோ சந்தோஷமான மொமெண்ட்ஸ். We are going to start the dance. Dance start ചെയ്യാൻ പോവാണ്. Dance start பண்ண போறோம். எல்லாரும் உட்காருங்க please. Joga നോ റിട്ടേൺ പോളിസിയാണ്. ഇനി തിരിച്ചു വരരുത്, പോയ പോക്ക് അങ്ങ് പോകണം. എനിക്ക് അവളോട് പറയാനുള്ളത്. അമ്മ എങ്ങോട്ടാ പോന്നെ? കാർത്തിനെ റിസീവ് ചെയ്യാൻ. കാർത്തി അമ്മുവിൻ്റെ ലൈഫിൽ വൈകി വന്നൊരു വസന്തമാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ക്ലീശയാണ്, ക്രിഞ്ചാണെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ അങ്ങനെ തന്നെ പറയണം. കാരണം അവളുടെ ലൈഫിൽ വന്നിട്ടുള്ള ഫ്രണ്ട്ഷിപ്സും ബോണ്ടുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവളുടെ ഫേസ്ബുക്ക് പ്രോഗ്രസ്സൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടുള്ള ആൾക്കാരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കാർത്തി പെട്ടെന്ന് വന്നു അവളുടെ ലൈഫിൽ. പെട്ടെന്ന് അവർ തമ്മിൽ ഭയങ്കര മിങ്കിളായി. നമുക്ക് അങ്ങനെയാ ഒരു നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് നമ്മൾ ഒത്തിരി പരിചയപ്പെട്ട് കമ്പനിയായി അങ്ങനെയുള്ള ഒരാളായിരിക്കില്ല. പെട്ടെന്നായിരിക്കും നമുക്ക് ആ സ്പാർക്ക് അടിക്കുന്നത്. ഇതാണ് എൻ്റെ ലൈഫ് പാർട്ട്ണർ നമ്മൾ ചൂസ് ചെയ്യുന്നത്. അങ്ങനെ അവർ ഭയങ്കരമായിട്ട് അങ്ങ് ായി
എല്ലാ കാര്യത്തിലും അവർ തമ്മിൽ കണക്ഷനായി. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്തത് ആളെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊച്ചി എയർപോർട്ടിൽ ഞാനും സിസ്റ്ററും കൂടെ പ്ലാൻ ചെയ്തു. ആളുടെ ഫ്ലൈറ്റ് നേരത്തെ വന്നു, ഞങ്ങൾ ലേറ്റ് ആയിട്ടും പോയി. ആളെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ യൂഷ്വലി സ്പെക്സ് യൂസ് ചെയ്യും, എനിക്ക് കണ്ണ് കാണില്ല. ഇപ്പം ഏകദേശം എല്ലാവരെയൊക്കെ ഒരു ഊഹത്തിലാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഈ നടന്നു വരുന്ന ആൾക്കാരെയൊക്കെ ഇതായിരിക്കും കാർത്തി പറഞ്ഞിട്ട് എൻ്റെ അനിയത്തിയോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പം അനിയത്തി അത് പെൺകുട്ടിയാണ്, അതാണ് പോലും അല്ല, നീ എങ്ങനെ ഈ കാർത്തി ഇതൊക്കെ പറയണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ അവസാനം എനിക്കൊരു ക്ലൂ മാത്രം ഉണ്ടായിരുന്നു, ആളൊരു ഓറഞ്ച് കോട്ട് ഇട്ടിട്ടാണ് വരുന്നത്. ഒരു ഓറഞ്ച് കോട്ട് കണ്ടപ്പോൾ എനിക്ക് പിന്നെ അങ്ങോട്ട് കയറിയ ഒരു സ്ട്രെസ്സ്, ഒരടുത്ത കാലത്തൊന്നും ഇല്ലാത്തൊരു സ്ട്രെസ്സായിരുന്നു. ഞാൻ നേരെ പില്ലറിൻ്റെ സൈഡിൽ വന്ന് ഒളിഞ്ഞിരുന്നു. പിന്നെ ഞാൻ പതുക്കെ പോയിട്ട് ആൾക്കൊരു ബൊക്കെ കൊടുത്തിട്ട് റിസീവ് ചെയ്തു. വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്രയും പെട്ടെന്ന് അമ്മുവിൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറയാൻ. ഞങ്ങൾ എന്തുണ്ടെങ്കിലും ഇങ്ങനെ കളിയാക്കുന്നതാണെങ്കിലും ഇപ്പോൾ വീട്ടിൽ സംസാരിക്കുന്നതാണെങ്കിലും അമ്മുവിൻ്റെ കല്യാണത്തിന് നമ്മൾ ഇങ്ങനെ ചെയ്യണം, അമ്മുവിൻ്റെ കല്യാണത്തിന് അങ്ങനെ ചെയ്യണം, അങ്ങനെ കുറേ എക്സ്പെക്റ്റേഷൻസോട് കൂടി ഉണ്ടായിരുന്നൊരു ദിവസമാണ്. അത്രയ്ക്ക് എക്സ്പെക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിലും ഇന്നത്തെ ദിവസം എന്താ പറയുക, സ്മൂത്തായിട്ട് പോയി, പീസ്ഫുള്ളായിരുന്നു. ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. എല്ലാവർക്കും എന്താ പറയുക, മനസ്സുകൊണ്ട് ഒത്തിരി ആഗ്രഹിച്ചൊരു ദിവസം കണ്ട ഒരു ഫീലിംഗ് ആണ് എല്ലാവർക്കും. ഇതിപ്പോൾ എനിക്ക് മാത്രമല്ല, വീട്ടുകാർക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. நான் வந்து சந்தோஷமாக வச்சுக்கிறது தான் வந்துட்டு என்னோட ஹையஸ்ட் ஜாப் மாதிரி. ஃபுட்டு கண்டிப்பாக உனக்கு கண்டிப்பாக இப்போ ப்ராமிஸ்லாம் பண்ண முடியாது, ஆனால் உனக்கு சமைச்சு கொடுத்துறேன் சரியா? ஸோ உனக்கு என்ன பிடிச்சாலும் நான் வந்து உனக்கு பிடிக்கிறது நினச்சோன்னே அது வந்துடும் சரியா? அதுக்குண்டான கேரண்டி, வாரண்டி, லைஃப் டைம் வாரண்டி ஸ்டாம்ப் அடித்து ஒரு லெட்டரில் எழுதி கொடுத்தேன் சரியா?